നമ്മളിന്ന് ഗെറ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ പല യൂസേജസ് ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഗെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ മനസ്സിൽ വരുന്ന ഒരു അർത്ഥം എന്ന് പറയുന്നത് കിട്ടുക, ലഭിക്കുക, കിട്ടി എന്നൊക്കെ പറയാനാണല്ലേ. എന്നാൽ അത് മാത്രമല്ല, ഗെറ്റ് എന്നുള്ള വാക്കിന് പല അർത്ഥങ്ങളും ഉണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് ഒരു 6 മീനിങ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന തരത്തിൽ നമുക്കൊരു 6 മീനിങ് ഇന്ന് ഗെറ്റിൻ്റെ നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് റിസീവ്. റിസീവ് എന്ന് വെച്ചാൽ എന്താ? എന്തെങ്കിലും കിട്ടുക അല്ലെങ്കിൽ ലഭിക്കുക അല്ലേ. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, എനിക്ക് ഇന്നലെ ഒരു ഇമെയിൽ കിട്ടി. ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? ഇതിന് നമുക്ക് ഐ ഗോട്ട് ആൻ ഇമെയിൽ യെസ്റ്റർഡേ. ഐ ഗോട്ട് ആൻ ഇമെയിൽ യെസ്റ്റർഡേ എന്ന് വെച്ചാൽ എനിക്ക് ഇന്നലെ ഒരു ഇമെയിൽ റിസീവ് ചെയ്തു. അവിടെ ആ റിസീവിന് പകരമാണ് നമ്മളിവിടെ ഈ ഗെറ്റ് എന്നുള്ള വാക്ക് യൂസ് ചെയ്തത്. അപ്പോൾ ഇത് യെസ്റ്റർഡേ ആയതുകൊണ്ടാണ് ഗെറ്റിനെ മാറ്റി നമ്മൾ ഗോട്ട് ആക്കിയത്. ഓക്കെ, അപ്പോൾ അതാണ് ഈ റിസീവ് എന്നുള്ളതിൻ്റെ മീനിങ്. ഓക്കെ, ഇനി അടുത്ത മീനിങ് അല്ലെങ്കിൽ അടുത്തത് അർത്ഥം വരുന്നതാണ് ബൈ അല്ലെങ്കിൽ ഒബ്റ്റെയിൻ. ഇനി എന്തെങ്കിലും ഒരു സാധനം മേടിക്കുന്നതിനും പിന്നെ ഒബ്റ്റെയിൻ എന്ന് പറയുന്നത് ലഭിക്കുക എന്നുള്ള അർത്ഥം തന്നെയാണ്. അപ്പോൾ മേടിക്കുന്നതിനും നമുക്ക് ഈ ഗെറ്റ് വെച്ച് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇന്നലെ ഒരു പുതിയ കമ്പ്യൂട്ടർ വാങ്ങി എന്ന് പറയാനായിട്ട് നമുക്ക് ഐ got a new computer. I got a new computer എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഗെറ്റ് എന്നുള്ളത് നമ്മൾ മേടിച്ചു എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. ഇനി മൂന്നാമത്തെ മീനിങ് ആണ് അണ്ടർസ്റ്റാൻഡ്, അതായത് മനസ്സിലാക്കുക എന്നുള്ളതിനും നമുക്ക് ഗെറ്റ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് നമുക്ക് പറയാനായിട്ട് അതിന് നമുക്ക് ഐ didn't get it. എനിക്ക് അത് മനസ്സിലായില്ല. ഐ didn't get it. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ അണ്ടർസ്റ്റാൻഡിന് പകരമാണല്ലേ ഗെറ്റ് യൂസ് ചെയ്തത്. അപ്പോൾ ഗെറ്റിന് അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കുക എന്നുള്ളൊരു അർത്ഥം കൂടെ ഉണ്ട്. ഇനി നാലാമത്തേതാണ് ബിക്കം. ബിക്കം എന്ന് വെച്ചാൽ എന്താ? ആവുക അല്ലെങ്കിൽ ആവുക, ആയിക്കൊണ്ടിരിക്കുക, അത് കണ്ടിന്യൂസ് ആണ്. ആവുക എന്നുള്ളൊരു അർത്ഥമാണ് അല്ലേ. അപ്പോൾ ഇതിന് നമുക്ക് ഞാൻ പറയാണ്, നമ്മൾ മിസ്റ്റേക്സ് ഉണ്ടാക്കുമ്പോൾ അവന് ദേഷ്യമാകും എന്നല്ല, ദേഷ്യപ്പെടും അല്ലെങ്കിൽ ദേഷ്യമാകും, ആ ഒരു സ്റ്റേറ്റ് ആകും എന്ന് നമുക്ക് പറയാനായിട്ടും ഗെറ്റ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനെ പറയാം, ഹി ഗെറ്റ്സ് ആംഗ്രി when we make mistakes എന്ന് പറയാം. അതുപോലെ തന്നെ ഇപ്പം എന്താണ്, ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയില്ലേ, ഇതിന് നമുക്ക് എങ്ങനെ പറയാം? ഐ ആം ഗെറ്റിംഗ് റെഡി എന്ന് പറയാം. അപ്പോൾ അവിടെ നമ്മൾ ഗെറ്റിംഗ് എന്നാട്ടോ യൂസ് ചെയ്തത്. ഐ ആം ഗെറ്റിംഗ് റെഡി, ഷീ ഇസ് ഗെറ്റിംഗ് ഇറിറ്റേറ്റഡ്, അങ്ങനെയൊക്കെ നമുക്ക് ഗെറ്റിംഗ് എന്നുള്ള വാക്കും യൂസ് ചെയ്ത് പറയാം. അപ്പോൾ അതൊരു കണ്ടിന്യൂസ് ടെൻസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ അവിടെയും നമുക്ക് ബിക്കം അതിനെ റീപ്ലേസ് ചെയ്ത് ഗെറ്റ് എന്നുള്ള ഫോം യൂസ് ചെയ്യാം. ഇനി അടുത്തത് നോക്കിയേ, അറൈവ്. അറൈവ് എന്ന് വെച്ചാൽ എത്തുക എന്നുള്ള അർത്ഥമാണ് അല്ലേ. അപ്പോൾ ഈ ഇതിൽ നമുക്ക് ഇപ്പോൾ ഒരു സെൻറ്റൻസ് പറയാണ്, എനിക്കവിടെ എത്തണം. എനിക്കവിടെ എത്തണം എന്നുള്ളതിന് നമുക്ക് എങ്ങനെ പറയാം? ഐ നീഡ് ടു ഗെറ്റ് ദെയർ. ഐ നീഡ് ടു ഗെറ്റ് ദെയർ. അപ്പോൾ അവിടെ നമ്മൾ എന്താ ഗെറ്റാണ് യൂസ് ചെയ്തത് അറൈവിന് പകരം. ഇനി അടുത്തതാണ് ബ്രിങ്. ഇതാണ് ഏറ്റവും കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു കാര്യം, ഈ റിസീവും ബ്രിങ്ങും. ഇപ്പം ഈ ബ്രിങ്ങിൻ്റെ നമുക്ക് എപ്പോഴും നമ്മൾ സംശയം വരുന്ന ഒരു കോമൺ ആയിട്ടുള്ള സെൻറ്റൻസ് ആണ്, ക്യാൻ യു ഗെറ്റ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ. അപ്പോൾ ഇതിൽ ഗെറ്റ് എന്ന് പറയുമ്പോൾ കിട്ടുക എന്നല്ലേ. അപ്പോൾ എങ്ങനെ ഈ സെൻറ്റൻസിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് കുറേ സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട്. പക്ഷേ ഗെറ്റിന് ബ്രിങ് എന്നുള്ളൊരു അർത്ഥവും കൂടി ഉണ്ട്. അപ്പോൾ ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം എന്താ? ക്യാൻ യു ഗെറ്റ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ എന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരാമോ എന്നാണ്. ഓക്കെ, ബ്രിങ് എന്ന് വെച്ചാൽ എന്താ? കൊണ്ടുവരിക അല്ലേ. അപ്പോൾ ബ്രിങ്ങിനെ നമുക്ക് റീപ്ലേസ് ചെയ്ത് ഗെറ്റ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം. അതാണ് അവിടെ കൺഫ്യൂഷൻ വരാനായിട്ടുള്ള ഒരു ലൈക്ക് മെയിൻ പ്രശ്നം അതാണ്. ഓക്കെ, ഗെറ്റിന് എന്നുള്ളത് ബ്രിങ്ങിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, റിസീവിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് രണ്ടുമാണ് എപ്പോഴും കൺഫ്യൂസിങ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് മനസ്സിൽ വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഗെറ്റിൻ്റെ 6 യൂസേജസ്. താങ്ക് യു. English Mithra. Stop worrying, start learning.